ഗായ്സ് അങ്ങനെ ഞങ്ങളിതാ ഒരു ട്രിപ്പ് പോവുകയാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും മൊത്ത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ട്രിപ്പ് പോകുന്നത്. നീണ്ട 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടത് വയനാട്ടിലുള്ള മോണിക്കപ്പ് റിസോർട്ടിലേക്കായിരുന്നു. അവിടെ എത്തി ചെക്കിനും പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ നടന്നു. അങ്ങനെ അവിടെ നിന്ന് നല്ലൊരു വെൽക്കമിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടി. വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് അവിടെയുള്ളൊരു സ്റ്റാഫ് നമുക്ക് ഈ റിസോർട്ടിനെ പറ്റിയുള്ള ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ നമുക്ക് അവരെന്തൊക്കെ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഫുഡിങ്ങും കാര്യങ്ങളും ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങളെ നേരെ നമ്മുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കേട്ടോ. നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു റൂമൊക്കെ കാണാൻ. ആക്ച്വലി ഇതൊരു ഗെയിം ഓറിയൻറ്റഡ് രീതിയിലാണ് കേട്ടോ ഈ ഒരു റിസോർട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് തരത്തിലുള്ള ഇൻഡോർ ഗെയിംസും അതുപോലെ തന്നെ ഔട്ട്ഡോർ ഗെയിംസും ഇവിടെയുണ്ട്. അങ്ങനെ എത്തിയ ഉടൻ തന്നെ അത്ര വലിയ ക്ഷീണമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഇൻഡോർ ഗെയിം ഏരിയ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. ഈ ഒരു റിസോർട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ടായിരുന്നു ഇൻഡോർ ഗെയിംസ് ഏരിയ വരുന്നത്. അങ്ങനെ പല കാഴ്ചകളും കണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ ആ സെക്ഷനിലേക്ക് എത്തുന്നത്. കുറച്ചു നേരം ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷമാണ് ലാസ്റ്റ് നമ്പർ ഇൻഡോർ ഗെയിം ഏരിയയിലേക്ക് എത്തിയത്. ഇതിൻ്റെ ഉള്ളിലായിട്ടും കുട്ടികൾക്ക് ചെറിയൊരു പാർക്ക് ഏരിയ പോലെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ചെന്നെത്തിയത് ടേബിൾ ടെന്നീസിൻ്റെ ഏരിയയിലാണ് കേട്ടോ. മാക്സിമം ട്രൈ ചെയ്തു. അവസാനം ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അടുത്ത ഗെയിമിലോട്ട് സ്വിച്ച് ചെയ്തു കേട്ടോ. ഒന്നും ഞങ്ങൾ വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല, മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു വൈറ്റ് ബോൾ ഞങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്കത് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ ശ്രമിച്ചു, അവസാനം അത് തുള്ളിയായിരുന്നു പോകുന്നത്. എന്നാലും ഞങ്ങൾ വിട്ടുകൊടുത്തില്ല കേട്ടോ. ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ലെന്ന് മനസ്സിലാക്കിയ ഞങ്ങളെല്ലാവരും അവസാനം നേരെ ചെന്നെത്തിയത് ക്യാരംസിലേക്കായിരുന്നു കേട്ടോ. എത്ര നേരം ഇവിടെ ഇരുന്നെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഗെയിമിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിലും ഞങ്ങളെല്ലാവരും ചേർന്ന് അതങ്ങോട്ട് രസകരമായി കളിച്ചു ചേർത്തു കേട്ടോ. പിള്ളേർക്കും ഇത് നല്ലോണം സെറ്റായി. അവർക്കും ഞങ്ങളുടെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരും ഈ ഒരു ഗെയിം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം നമ്മളെല്ലാവരും കൂടെ മെയിനായി സ്പെൻഡ് ചെയ്ത് ഈ ഒരു ഏരിയയിൽ തന്നെയാണെന്ന് പറയാം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫ്രഷപ്പ് ആവാൻ വേണ്ടി റൂമിലേക്ക് വന്നു കേട്ടോ. റൂമിൻ്റെ ഡീറ്റെയിലിംഗ് ഞങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു റൂമും കാര്യങ്ങളും ഒക്കെ. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ റൂം വരുന്നത്. നല്ലൊരു സിറ്റിംഗ് സ്പേസ് ഏരിയ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് ടി വി ഒക്കെ കാണാട്ടോ. വൈഫൈ കാര്യങ്ങളും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ചെറിയൊരു സ്പേസും കടന്ന് നമ്മൾ നേരെ എത്തുന്നത് നമ്മുടെ ബെഡ്റൂമിലേക്കാണ്. കംപ്ലീറ്റ് സെൻട്രലൈസ്ഡ് ഏസിയാണ്. അടിപൊളിയാണ് കേട്ടോ ബെഡിൽ കിടക്കാൻ. അപ്പോൾ നൈറ്റ് അത് എൻജോയ് ചെയ്യാം. ഇവിടുന്ന് നേരെ പുറത്തേക്ക് നല്ലൊരു വ്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ചെയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈവനിങ് അവിടെ ഇരുന്ന് ടീ ഒക്കെ കുടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കുരങ്ങൻ്റെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് ക്ലോസ് ചെയ്തു കേട്ടോ. അപ്പം നൈറ്റ് അവിടെ നിന്ന് വ്യൂ എടുക്കാം. പിന്നെ അപ്പോൾ ടോട്ടലി ഇതാണ് നമ്മുടെ സ്പേസ്. പിന്നെ നമ്മുടെ മെയിൻ മിറർ, മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടി നല്ലൊരു സ്പേസും കാര്യങ്ങളും തന്നെയാണ് കേട്ടോ. ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ പുറത്തേക്ക് വന്നാൽ ഇതുപോലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് എൻ്റെ റൈറ്റ് പാർക്ക് ഏരിയ ഒക്കെ കാണാൻ പറ്റും. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അകത്തേക്ക് കയറി. ഇനി നമുക്ക് വാർഡ്രോബാണ് കേട്ടോ. കബോർഡ്സും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതും അടിപൊളിയായിരുന്നു. അതുപോലെ ചെറിയൊരു ലോക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവെക്കേണ്ട സാധനമൊന്നും ഇല്ല. പക്ഷെ ഞാൻ എൻ്റെ ഓൾറെഡി ഇട്ടിരിക്കുന്ന റോൾ ഗോൾഡ് ഐറ്റംസ് ഒക്കെ ഇതിൽ വെച്ചു കേട്ടോ. നെക്സ്റ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ്, വേറെ എവിടെയല്ല മക്കളെ, ബാത്റൂം ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും മാക്സിമം കുളിക്കാൻ കയറിയിട്ട് ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്തെങ്കിലും ഇതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. അവരതുപോലെയാണ് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ ഗ്ലാസ് എന്തിനു വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പല കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ബാത്തിങ് ഏരിയയിൽ ഇതുപോലെ റാക്കിൽ ബാത്ത് ടവൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലോഷൻസ് ആയിക്കോട്ടെ, ബോഡി വാഷ്, അതുപോലെ കണ്ടീഷണർ, ഷാംപൂ, ഇതൊക്കെ എല്ലായിടത്തും സെറ്റ് ചെയ്യുന്ന പോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവരൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അതായിരുന്നു മെയിൻ. ആൻഡ് ഞങ്ങൾക്കത് വളരെയധികം ഇഷ്ടമായി. ഓൾറെഡി നമുക്ക് അവർക്ക് ഈവനിങ് ടീയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് വേണമെങ്കിൽ ഇട്ട് കഴിക്കാമെന്നുള്ള രീതിയിൽ ഇതുപോലെ എല്ലാ രീതിയിലും, അത് കോഫീസ് ആയിക്കോട്ടെ, ലൈം ടീ ആയിക്കോട്ടെ, ഗ്രീൻ ടീ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അതൊക്കെ അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം നേരെ പുറത്തേക്ക് പിള്ളേർക്ക് ഗാർഡനിലും അതുപോലെ തന്നെ പ്ലേ ഏരിയയിലേക്കും പോകണമെന്ന് പറയുന്നുണ്ട്. സോ അടുത്ത് നമ്മൾ നേരെ അങ്ങോട്ടേക്കായിരിക്കും കേട്ടോ. അങ്ങനെ
അവിടുന്ന് ഞങ്ങൾ നേരെ പ്ലേ ഏരിയയിൽ വിട്ടു കേട്ടോ. കിഡ്സിൻ്റെ പ്ലേ ഏരിയ ആണ്. നമുക്കും അതുപോടൊപ്പം സ്വിങ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിൽ അവർ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു, നമ്മളും അതുപോലെ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഈ ഒരു റിസോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒട്ടും ചൂടും ഒന്നും അനുഭവപ്പെടാത്തതുകൊണ്ട് തന്നെ നല്ലൊരു രീതിയിലെ ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്നത് ക്രിക്കറ്റ് ഏരിയയിലേക്കാണ് കേട്ടോ. അവിടെ നിന്നും പിള്ളേരും എല്ലാവരും കൂടെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഷട്ടിലും മറ്റും ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കളിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ മുകളിലോട്ട് ഒരു മല കയറി ഞങ്ങൾ എത്തി സ്റ്റേഡിയം കാണാൻ വേണ്ടിയിട്ടോ. ഇവിടെ ഒരുപാട് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം ടീ ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ഈവനിങ് സ്നാക്സ് കഴിക്കാൻ വേണ്ടി ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. കോഫിയും ടീയും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ബോൾസും അടയായിരുന്നു കേട്ടോ ഇന്നത്തെ സ്നാക്സിന് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് അൺലിമിറ്റഡ് ആയിരുന്നു ഫുഡ്, നമുക്ക് വേണ്ടത്ര കഴിക്കാം. അങ്ങനെ ഞങ്ങൾ മാക്സിമം നമുക്ക് വേണ്ടതൊക്കെ എടുത്ത് ഇഷ്ടം കഴിച്ച് തീർത്തു കേട്ടോ. നല്ല ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അട വളരെ ചെറിയതായിരുന്നു കേട്ടോ, ചെറിയ സ്മോൾ സൈസ്, ബട്ട് നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അവിടെ ഇരുന്ന് നല്ലപോലെ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇനി ഇതും കഴിഞ്ഞ് നേരെ പൂളിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു കേട്ടോ. മോർണിംഗ് 8 to ഈവനിങ് 8 എന്ന രീതിയിലാണ് കേട്ടോ അവർ നമുക്ക് പൂൾ ടൈം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ കുട്ടികൾക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് പൂൾ ഏരിയയിലേക്ക് പോവുകയാണ്. ഇനി ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട്. അങ്ങനെ നേരെ ഞങ്ങൾ അതാ സ്റ്റെപ്സ് കയറി മുകളിലാണ് കേട്ടോ ഈ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ആരും തന്നെ ഇല്ലായിരുന്നു. പൂൾ ഏകദേശം ഒരു 1 അവറിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് കിട്ടി കേട്ടോ. കിട്ടിയൊരു അവസരം പിള്ളേർക്ക് നമ്മൾ സ്വിമ്മിങ് പ്രാക്ടീസ് കൊടുത്തു കേട്ടോ. പക്ഷേ ഒരാൾക്ക് നല്ല പേടിയായിരുന്നു, മറ്റൊരാൾക്കാണെങ്കിൽ ഒട്ടും പേടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ചെറിയ വിധത്തിലുള്ള സ്വിമ്മിങ് പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ മാക്സിമം ആ പൂളിൽ എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ആകെ നീന്തൽ അറിയുന്നത് വിപിയേട്ടന് മാത്രമായിരുന്നു കേട്ടോ. സോ അങ്ങനെ വിപിയേട്ടൻ നീന്തുന്നത് ഞങ്ങളെല്ലാവരും നോക്കി നിന്നു. ബാക്കി എല്ലാവരും ജസ്റ്റ് വെള്ളത്തിലിറങ്ങി എൻജോയ് ചെയ്തെന്ന് മാത്രം. നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടി രാജേഷ് ചേട്ടനെ ശ്രമിച്ച് രാജേഷ് ചേട്ടൻ മുങ്ങിയതോടുകൂടെ ആ പരിപാടി അവിടെ നിർത്തി കേട്ടോ. അങ്ങനെ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നൈറ്റ് ടൈം ഫുഡിനായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഫുഡ് വേയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെയാണെന്ന് നെറ്റ് സെർച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ തിരിച്ച് നമ്മുടെ റിസോർട്ടിൽ തന്നെ നമ്മളെത്തി. എന്തിനാണെന്നല്ലേ, ഇൻഡോർ ഗെയിംസിൻ്റെ ഓവർ അഡിക്റ്റഡ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ നൈറ്റിലേക്ക് സ്നേക്ക് ആൻഡ് ലാഡേഴ്സ് ആയിരുന്നു വെച്ചിരുന്നത്. ഇത് പിള്ളേർക്ക് നല്ല പോലെ അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അതിൽ എൻജോയ് ചെയ്ത് അവിടെ തന്നെ ഇരുന്നു കേട്ടോ. ടൈം പോയതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു. ആൻഡ് ദ നെക്സ്റ്റ് ഫൈൻ മോർണിംഗ് നല്ലൊരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ടീ ഒക്കെ ഇട്ട് ഞങ്ങൾ വരാന്തയിലിരുന്ന് ചായയൊക്കെ കുടിച്ച് നേരെ ബ്രേക്ക്ഫാസ്റ്റിനായി പുറത്തേക്ക് വന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസ് തന്നെയായിരുന്നു അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കിഡ്സിനും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. സ്വീറ്റ് ഐറ്റംസും കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ലൈവ് ആയിട്ടായിരുന്നു വെറൈറ്റി ഓഫ് ഓംലെറ്റും അതുപോലെ തന്നെ മസാല ദോശസും അവർ പ്രൊവൈഡ് ചെയ്തത്. ഒക്കെ അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഒരുപാട് മെമ്മറീസ് ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.